ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, നിന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നിന്നെ പങ്കുവയ്ക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തെ ആത്മാവ് കൊണ്ടും ഹൃദയം കൊണ്ടും സ്വീകരിക്കുവാൻ, അത് ഞങ്ങൾ കാണുന്നവർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കുവാൻ, അവർക്കങ്ങനെ ദൈവസാന്നിധ്യം ലഭ്യമാകുവാൻ നിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ 7 വർഷം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചത് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലാണ്. വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ് മംഗലപ്പുഴ സെമിനാരി. പൗരോഹിത്യ പരിശീലനത്തിൻ്റെ ദീർഘനാളുകൾ 7 വർഷങ്ങൾ ജീവിച്ചത് അവിടെ. ഈ മംഗലപ്പുഴ സെമിനാരിയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്, നല്ല ഓർമ്മകളുണ്ട്. അതിലൊരു നല്ല ഓർമ്മയാണ് കോർപ്പൂസ് ക്രിസ്തി തിരുനാൾ. ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ മംഗലപ്പുഴയിൽ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കും. മെയിൻ ചാപ്പലിൽ നിന്ന് അരുളിക്കയിൽ ദിവ്യകാരുണ്യം എടുത്ത് പുരോഹിതൻ സെമിനാരി വരാന്തയിലൂടെ ചുറ്റോട് ചുറ്റും നടന്ന് വീണ്ടും പ്രധാന ചാപ്പലിനുള്ളിലെത്തും. അതിന് ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരുക്കം, ഈ നടപ്പാത മുഴുവൻ, ഈ വരാന്ത മുഴുവൻ പൂക്കൾ വിതറും. എന്നിട്ട് ഈ പൂക്കൾക്ക് മുകളിലൂടെയാണ് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്നത്. ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണം മനസ്സിലെ മായാത്ത മങ്ങാത്ത ഓർമ്മയാണ്. വൈദിക വിദ്യാർത്ഥികൾ വരാന്തയുടെ ഇരുവശവും മെഴുകുതിരികൾ കൈകളിലേന്തി, കത്തിച്ച മെഴുകുതിരികൾ കൈകളിലേന്തി ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആരാധനയോടെ നിൽക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തെക്കുറിച്ചാണ്. ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തെക്കുറിച്ച്. അതെന്തായിരിക്കാം? പരിശുദ്ധ അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായി മല കയറുന്നത്. ഈശോയെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയത്, അത് ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമല്ലേ? പരിശുദ്ധ അമ്മയല്ലേ അരുളിക്ക? ആ അരുളിക്കയുടെ ഉള്ളിൽ ദിവ്യകാരുണ്യത്തെ, ഈശോയെ സൂക്ഷിച്ചുകൊണ്ട് എലിസബത്തിനെ തേടിപ്പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ ഒന്ന് കൈകളിൽ എടുക്കുക. വീട്ടിലെ ബൈബിള് ഒന്ന് എടുത്ത് തുറന്നു വെച്ച് നമ്മൾ ഈ വചനഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ 39 മുതൽ 45 വരെയുള്ള 7 വാക്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ബൈബിളിൽ അത് നിങ്ങൾ കണ്ട് എന്നോടൊപ്പം ധ്യാനിച്ച് എൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹവും എൻ്റെ ചെറിയ പിടിവാശിയുമാണെന്ന്, ശാഠ്യവുമാണെന്ന് നിങ്ങൾക്കറിയാം. ബൈബിള് കൈകളിലെടുത്ത് തുറന്നു വയ്ക്കുക. ആദ്യത്തെ ഒരു വാക്ക് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് 39-ാം വാക്യത്തിൽ കിടക്കുന്നത്, മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ മറിയം യാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ്. ഈ തിടുക്കം സൂചിപ്പിക്കുന്നത് ഒരു ഉദ്ദേശത്തെയാണ്, ഒരു പർപ്പസിനെയാണ്. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ല. ചുമ്മാ നാട് കാണാൻ വേണ്ടി, മല കാണാൻ വേണ്ടി, കാട് കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ ചുമ്മാ ഉലാത്തിയൊക്കെ പോയാൽ മതി, തിരക്ക് തിടുക്കൊന്നും വേണ്ട. പക്ഷെ മറിയം എന്ന ഈ പെൺകുട്ടി എലിസബത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടെങ്കിൽ അതിൻ്റെ കാരണം അവൾക്ക് എലിസബത്തിനെ കണ്ടിട്ട് എന്തോ ഉദ്ദേശമുണ്ട്, എന്തോ കാര്യമുണ്ട്. എന്തായിരിക്കാം അവളുടെ ഉദ്ദേശം? അവൾക്ക് കിട്ടിയ ദൈവാനുഭവം എലിസബത്തിനോട് പങ്കുവെക്കണം. ഒപ്പം എലിസബത്തിൻ്റെ ദൈവാനുഭവത്തിന് കാതോർക്കണം. കാരണം അവൾക്കറിയാം എലിസബത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്. ദൈവത്തിൻ്റെ സമ്മാനത്തെ എലിസബത്ത് പേറുന്നുണ്ടെന്ന് അവൾക്കറിയാം. ഇതാണ് അവളുടെ ഉദ്ദേശം. എനിക്ക് കിട്ടിയ ദൈവാനുഭവം എലിസബത്തിനോട് പറയണം. എന്നിട്ടോ എലിസബത്തിൻ്റെ ദൈവാനുഭവത്തിന് കാതോർത്ത് അങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പങ്കുവെച്ച് അവിടെ ഒരു ദേവാലയമായി മാറണം. പ്രിയമുള്ള എൻ്റെ അമ്മമാരെ, സ്ത്രീകളെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. 2 സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കേണ്ടത് എന്താണെന്ന് ഇവിടെ നല്ല മാതൃകയുണ്ട്. മറിയവും എലിസബത്തും എന്താ? പരസ്പരം 2 സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുമ്പോൾ പങ്കുവെക്കേണ്ടത് ദൈവാനുഭവമാണ്. ആ ദൈവാനുഭവത്തിൽ മുന്നോട്ട് നടക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്.
പക്ഷേ ഇപ്പോൾ രണ്ട് സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സംഭവിക്കുന്നത് എന്താ? പിന്നെ കുറച്ചൊക്കെ പരദൂഷണം, കുറ്റം പറച്ചിൽ, അസൂയ, ഇതിങ്ങനെയൊക്കെ അങ്ങ് പോകും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ കൂടാരമായി മാറില്ല. അത് പരദൂഷണത്തിൻ്റെ ഇടമായി ചിലപ്പോൾ മാറിയേക്കാം. അതുകൊണ്ട് ആരും പിണങ്ങുമൊന്നും വേണ്ട, ഞാനൊരു ഓർമ്മപ്പെടുത്തൽ നൽകിയെന്നേ ഉള്ളൂ. ഇനി രണ്ട് സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മാതൃകയാക്കേണ്ടത് ഇവരെയാണ്, മറിയത്തെയും എലിസബത്തിനെയും. മറിയത്തിനറിയാം എന്ത്? എലിസബത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടെന്ന്. എലിസബത്തിന് അറിഞ്ഞുകൂടാ എന്ത്? മറിയത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. മറിയത്തിന് മാലാഖയിൽ നിന്ന് അറിവ് കിട്ടി എലിസബത്ത് ഗർഭിണിയാണ്, അതാണ് അവളെ അങ്ങോട്ട് നയിക്കുന്നത്. പക്ഷെ എലിസബത്തിന് മറിയത്തിൻ്റെ ഉള്ളിലെ ശിശുവിനെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ല. മറിയം ചെന്നിട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, 40-ാമത്തെ വാക്യം. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. സക്കറിയായുടെ വീട്ടിൽ ചെന്നിട്ട് അവൾ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്ത പാടെ 3 കാര്യങ്ങൾ സംഭവിച്ചു. 3 കാര്യങ്ങൾ സംഭവിച്ചു. എന്തൊക്കെയാണത്? ഒന്നാമത്തത്, എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. രണ്ടാമത്തത്, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മൂന്നാമത്തത്, എലിസബത്ത് ഉച്ചത്തിൽ ദൈവസ്തുതി പാടി. മറിയത്തിന്റെ അഭിവാദ്യം സ്വീകരിച്ച പാടെ എലിസബത്തിൽ വന്ന 3 മാറ്റങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒന്നാമത്തത്, അവളുടെ ഉള്ളിൽ ശിശു കുതിച്ചു ചാടി. ആനന്ദത്തിന്റെ കുതിച്ചു ചാട്ടമാണത്. എലിസബത്തിന് അത് കൃത്യമായിട്ട് ഇതിനു മുമ്പും കുഞ്ഞ് ഉള്ളിൽ കടന്ന് കുതിച്ചു ചാടിയിട്ടുണ്ടാകണം. പക്ഷെ അപ്പോഴൊന്നുമില്ലാത്തൊരു പ്രത്യേകത എലിസബത്തിന് ഇപ്പോൾ ഫീൽ ചെയ്തു. കാരണം മറിയത്തിന്റെ സാന്നിധ്യത്തിൽ, മറിയത്തിന്റെ ഉള്ളിൽ അവൾ പേറുന്ന കുഞ്ഞിന്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലെ കുഞ്ഞിന് ആനന്ദത്തിന് കാരണമാകുന്നു. അതാണ് ഈ കുതിച്ചു ചാട്ടം, എക്സൈറ്റ്മെന്റ് ആണത്. രണ്ടാമതോ, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് നിറവിനാൽ അവൾ പതുക്കെ ദൈവസ്തുതി അധരങ്ങളിലൂടെ ഏറ്റുപാടാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ അനുഭവം സ്വന്തമാകുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളെല്ലാവരെയും ഒന്നും എൻ്റർടൈൻ ചെയ്യാൻ പോകണ്ട, എല്ലാവരെയും ഒന്നും സ്വീകരിക്കാൻ പോകണ്ട. ഒരു പക്ഷേ അത് നമ്മുടെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് ചിലപ്പോൾ വിഘാതമായി പോകാം. നമ്മൾ ചിന്തിക്കണം, ചില മനുഷ്യർ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്കുള്ളിൽ ആത്മീയ ആനന്ദം ഉണ്ടാകുന്നുണ്ടോ, ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? അവർ വരുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നിറവ് കിട്ടുന്നുണ്ടോ? നമുക്ക് ദൈവസ്തുതി പാടാൻ തോന്നുന്നുണ്ടോ? അതോ ചിലർ വരുമ്പോൾ നെഗറ്റീവ് എനർജി മാത്രമാണ് കിട്ടുന്നത്? നെഗറ്റീവ് എനർജി മാത്രം, പിശാചിൻ്റെ കെണികളിലേക്ക് നമ്മളെ വലിച്ചിടുന്ന ആൾക്കാരാണോ ചിലരൊക്കെ? അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ അളക്കണം നമ്മൾ കുറച്ചൊക്കെ ആൾക്കാരെ. തിരിച്ചു, അതായത് മറ്റുള്ളവരെ കുറ്റം പറയാൻ വരട്ടെ, അവരെ നോക്കിയിട്ട് അവക്കത്ര പോരാ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം, എൻ്റെ സാന്നിധ്യം, ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണുമ്പോൾ, ഞാൻ എൻ്റെ മക്കളുടെ അടുത്തിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തിരിക്കുമ്പോൾ അവർക്ക് ഈ ആനന്ദം കിട്ടുന്നുണ്ടോ? സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ പ്രസൻസ് തന്നെ, എൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് സന്തോഷത്തിന് കാരണമാകുമോ? അവർക്ക് പരിശുദ്ധാത്മാവിനെ നിറയാൻ എൻ്റെ സാന്നിധ്യം കാരണമാകുമോ? ദൈവസ്തുതി പാടാൻ അവർക്ക് ഞാൻ പ്രചോദനമാകുമോ? ഇത് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ അളക്കണം. ഇത് വെച്ചുകൊണ്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പിരിച്വൽ സപ്പോർട്ട്, ആത്മീയ പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരസ്പരം ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നിട്ട് ഈ എലിസബത്ത് ഈ പറഞ്ഞ ദൈവാനുഭവത്തിൽ, ഈ പരിശുദ്ധാത്മാവ് നിറവിൽ അവൾ പറയുന്ന കാര്യം എന്താ? ഇവൾ ആദ്യം ഈശോയ്ക്ക് സ്തുതി പാടുകയാണ്. മറിയത്തിൻ്റെ ഉള്ളിലുള്ള ഈശോയ്ക്ക് സ്തുതി പാടുകയാണ്. അവൾ പറയുന്ന വാക്കുകൾ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. കുഞ്ഞേ, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. നിന്റെ ഉള്ളിൽ നീ പേറുന്നവൻ വാഴ്ത്തപ്പെട്ടവനാണ്, അവൻ മഹോന്നതനാണ് എന്ന് എലിസബത്ത് ഏറ്റുപാടുകയാണ്. അതായത് ഈ ഭൂമിയിൽ ഈശോയ്ക്ക് ലഭിച്ച, ഈശോയുടെ നേരെ പുറപ്പെട്ട ആദ്യത്തെ വാക്ക് അവനുള്ള സ്തുതിയായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടെ, ഈ ഭൂമിയിൽ ഈശോയുടെ നേർക്ക് അവന് ലഭിച്ച ആദ്യത്തെ വാക്ക്, അവൻ്റെ നേരെ ഉയർന്ന, അവന് സമ്മാനിക്കപ്പെട്ട ആദ്യത്തെ വാക്ക് അവനുള്ള സ്തുതിയായിരുന്നു, സ്തോത്രമായിരുന്നു. കാരണം എന്താ? പിതാവായ ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു
സ്വർഗത്തിൽ മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾക്ക് മധ്യേ വാഴുന്ന എൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ സ്വീകരിക്കേണ്ട ആദ്യത്തെ വാക്ക് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും വാക്കായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എലിസബത്തിന്റെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവൾ പറയുന്നത്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്, ആ കുഞ്ഞ് വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി നമുക്ക് അർപ്പിക്കാമെന്നാണ് ഹെബ്രായ ലേഖകൻ ആഹ്വാനം ചെയ്യുന്നത്. എലിസബത്ത് ഈശോയുടെ നേരെ സ്തുതിയുടെ കീർത്തനങ്ങൾ, മഹത്വത്തിൻ്റെ വാഴ്ത്തുപാട്ടുകൾ ഉയർത്തിയതുപോലെ നിരന്തരം ദൈവസന്നിധിയിൽ സ്തുതിഗീതങ്ങൾ ഉയർത്തുവാൻ നമുക്ക് കഴിയണം. സദാ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ചിലപ്പോഴൊക്കെ ധ്യാനാവസരങ്ങളിലും കൺവെൻഷനിലുമൊക്കെ മനുഷ്യനോട് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ ഹല്ലേലൂയ എന്നും ഈശോയെ നന്ദി സ്തുതി എന്നുമൊക്കെ പറഞ്ഞൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വലിയ മടിയാണ്. സത്യം പറയാമല്ലോ, ഒരു കാലത്ത് എനിക്കും അല്പം മടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ചോദിച്ചിട്ടുണ്ട്, ഇത്ര വലിയ സ്തുതിപ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്ര വലിയ സ്തുതിപ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചറിയുകയായിരുന്നു, എൻ്റെ പ്രശ്നം ഈ സ്തുതിപ്പൊന്നും ആയിരുന്നില്ല. എൻ്റെ പ്രശ്നം എൻ്റെ ദുരഭിമാനമായിരുന്നു. അതായത് ആളൊന്ന് കൂടുന്ന ഇടങ്ങളിൽ കൈയൊന്ന് പൊക്കിപ്പിടിക്കുവാനും സ്വരമൊന്ന് ഉയർത്തുവാനും എൻ്റെ ദുരഭിമാനം എന്നെ അനുവദിച്ചില്ല. അതിന് ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഈ സംവിധാനത്തെ, ഈ സ്തുതിപ്പ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് അതിനെ പുച്ഛിച്ചു. ഒരു പ്രായത്തിൻ്റെ ആവേശമായിരുന്നു. പക്ഷെ പിന്നീട് തിരിച്ചറിഞ്ഞു, സ്തുതികൾക്ക് മധ്യേ വാഴുന്ന എൻ്റെ ദൈവത്തെ ഞാനും എൻ്റെ സ്തോത്രങ്ങളാൽ, അധരത്തിൻ്റെ ബലികളാൽ, സ്തോത്ര ബലികളാൽ അവനെ ആരാധിക്കണമെന്ന് തിരിച്ചറിയുകയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തുതി പാടാൻ മടിക്കരുത്. എലിസബത്തിനെ പോലെ അവൻ വാഴ്ത്തപ്പെട്ടവനെന്നും അനുഗ്രഹീതനെന്നുമെന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നിട്ട് എലിസബത്ത് പറയുന്നൊരു കാര്യം, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. മറിയത്തെ നോക്കി പറയുകയാണ്, മറിയമേ പെൺകുട്ടി, നീയും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണത്? മറിയം അനുഗ്രഹിക്കപ്പെട്ടവളായത് എങ്ങനെയാണ്? മറിയത്തിൻ്റെ ഉള്ളിൽ അനുഗ്രഹിക്കപ്പെട്ടവനായ ഈശോ ഉള്ളത് കൊണ്ട്. എന്നിട്ട് ഈ എലിസബത്ത് അങ്ങ് എളിമപ്പെടുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ എലിസബത്തിന് മറിയത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എലിസബത്ത് ആരാണ്? എലിസബത്ത് മറിയത്തേക്കാൾ പ്രായത്തിൽ വളരെയേറെ മുതിർന്നതാണ്. എലിസബത്ത് ഒരു പുരോഹിതൻ്റെ ഭാര്യയാണ്, ഒരു പുരോഹിതൻ്റെ പുത്രിയാണ്. അത്രമേൽ പദവികളുണ്ട് എലിസബത്തിന്. മറിയമോ ഒരു സാധാരണ 14-15 വയസ്സുള്ള ഒരു സാധാരണ ആരോരും അറിയാത്ത ഒരു പെൺകുട്ടി. അവളുടെ മുമ്പിൽ എലിസബത്ത് എന്തിന് എളിമപ്പെടണം? എലിസബത്ത് എളിമപ്പെട്ടത് മറിയത്തിൻ്റെ വലിപ്പം കണ്ടിട്ടല്ല, മറിച്ച് മറിയത്തിൻ്റെ ഉള്ളിലെ ഈശോയെ കണ്ടിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മുടെ പദവികളോ സ്ഥാനമാനങ്ങളോ സമ്പത്തോ നേട്ടങ്ങളോ ഒന്നുമല്ല, നമ്മളിലെ ഈശോയുടെ സാന്നിധ്യമാണ്. എത്രയധികമായി നമ്മളിൽ ഈശോ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് തോന്നിയൊരു ചിന്ത പറഞ്ഞോട്ടെ. ഇതിനിടയ്ക്ക് വന്നൊരു കാര്യമാണ്, നിങ്ങളോട് സ്നേഹത്തിൻ്റെ പുറത്തങ്ങ് ഷെയർ ചെയ്യുന്നതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് മറിയം എലിസബത്തിനെ കണ്ടിട്ട് തന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? മറിയത്തിനെക്കുറിച്ച് എലിസബത്തെ അറിഞ്ഞോ? എൻ്റെ ഉള്ളിൽ മിശിഹ വരുന്നുണ്ട് എന്ന് മറിയം പറഞ്ഞോ? ഇല്ല. മറിയം എന്തിനെക്കുറിച്ചെങ്കിലും ബോസ്റ്റ് ചെയ്തോ? ഇല്ല. മറിയം ഒന്നും ചെയ്തില്ല. മറിയം അവിടെ ചെന്ന് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എലിസബത്ത് പറയുകയായിരുന്നു. അതായത് ചില മനുഷ്യരുണ്ട്, എവിടെ ചെന്നാലും നമ്മളെക്കുറിച്ച് തന്നെ വല്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അരുത്. നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ ആ ഈശോയെ ധ്യാനിച്ച് ജീവിച്ചു തുടങ്ങുക. ചുറ്റുമുള്ളവർ പതുക്കെ തിരിച്ചറിയും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മളിലെ ദൈവ സാന്നിധ്യത്തെ അവർ തിരിച്ചറിഞ്ഞോളും. മറിയത്തിനുള്ളിലെ ഈശോയുടെ സാന്നിധ്യത്തെ മറിയം ഒന്നും പറയാതെ എലിസബത്ത് തിരിച്ചറിഞ്ഞതുപോലെ ചുറ്റുമുള്ളവർ തിരിച്ചറിഞ്ഞോളും. കാലത്തിൻ്റെ പൂർണ്ണതയിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം വെളിപ്പെടുത്തുന്നത് പോലെ അത് തിരിച്ചറിയും. വല്ലാണ്ട് നമ്മളെക്കുറിച്ച് തന്നെ ഇനി സംസാരിക്കേണ്ട. എന്നിട്ട് അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ എലിസബത്തിൻ്റെ ഏറ്റുപറച്ചിലൊക്കെ അവളുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. അവൾ പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ കർത്താവിൻ്റെ അമ്മ,
അതായത് ഈശോയെ കർത്താവായിട്ട് ഏറ്റുപറയുകയായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായി ഏറ്റുപറയുകയായിരുന്നു. ഇത് ഇവളുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. അവൾ തിരിച്ചറിയുകയാണ് ഈ ശിശു നിസ്സാരക്കാരനല്ല, ഈ ശിശു നിസ്സാരക്കാരനല്ല എന്ന തിരിച്ചറിവ് ദൈവപുത്രനാണെന്ന്, ദൈവം തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ അടുത്തൊരു ചിന്ത, ഇവൾക്ക് ഈ തിരിച്ചറിവ് കിട്ടിയെങ്കിലും ഇവൾ ഒരിക്കലും യോഹന്നാനോട്, തൻ്റെ പുത്രനോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തില്ല, അല്ലേ? എലിസബത്ത് ഈ തിരിച്ചറിവുണ്ടല്ലോ, ഈ വെളിപാട്, ഇവൾക്ക് കിട്ടിയ വലിയ വെളിപാട്, ഇത് യോഹന്നാനോട് പറഞ്ഞു കൊടുത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കരുത്, അച്ചോ യോഹന്നാനോട് പറഞ്ഞു കൊടുത്തില്ലെന്ന് അച്ഛൻ എപ്പോൾ മനസ്സിലായി? സുവിശേഷത്തിൽ എങ്ങും അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. യോഹന്നാനോട് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നൊരു സാധനം സുവിശേഷത്തിൽ എങ്ങും ഇല്ലല്ലോ. ഇല്ല, ശരിയാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, യോഹന്നാൻ്റെ ഉള്ളിൽ ഒറ്റ ചിന്തയുള്ളൂ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ആരുടെ മേൽ ഇറങ്ങി വരുന്നോ അവനാണ് മിശിഹ. അതുവരെ അവൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ജ്ഞാനസ്നാന അവസരത്തിൽ ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ യോഹന്നാൻ തിരിച്ചറിയുകയാണ്, അതാ മിശിഹ എന്ന്. അതായത് എലിസബത്തിന് ദൈവിക വെളിപാട് കിട്ടിയെങ്കിലും അവൾ യോഹന്നാനെ അനുവദിക്കുകയാണ്. അവനായിട്ട് തന്നെ ദൈവം ഇടപെട്ട് അവന് ദൈവിക വെളിപാട് കിട്ടട്ടെ, അതിനുള്ള സ്പേസ് കൊടുക്കുകയാണ് യോഹന്നാൻ, അവസരം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്നറിയാമോ? നമുക്ക് വിശ്വാസ കൈമാറ്റം നടത്തണം, വേണം, നമ്മുടെ ദൈവാനുഭവമൊക്കെ പങ്കുവെക്കണം. പക്ഷെ എല്ലാം കൂടെ ഞാൻ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുമെന്ന വാശി വേണ്ട, ഞാൻ പറയുന്നതെല്ലാം തലയിലോട്ട് കയറണമെന്ന വാശി വേണ്ട. ചില കാര്യങ്ങൾ ദൈവം ഇടപെടട്ടെ. ദൈവം ഓരോരുത്തർക്കും ഓരോ സമയത്ത് ദൈവം ഇടപെട്ട് ചില സത്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക്, ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് ദൈവം കൊടുക്കും. അതിന് അവസരം കൊടുക്കണം, ചില കാത്തിരിക്കണം. എലിസബത്ത് ചെയ്തത് അങ്ങനൊരു കാര്യമാണ്. എന്നിട്ട് എലിസബത്ത് ഇവളെ ഇങ്ങനെ, ഈ മറിയത്തെ അനുഗ്രഹീത എന്ന് ഏറ്റുവിളിച്ച്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ഏറ്റുവിളിച്ചതിൻ്റെ മറ്റൊരു കാരണം കൂടി പറയാം. ഈ മറിയം എന്ന പെൺകുട്ടിക്ക്, അവൾക്ക് ശരിയാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്കൊരു അഷുറൻസ് വേണം. എന്താണത്? ഒരു ഉറപ്പ് വേണം. അവൾക്ക് ഒരു ഉറപ്പ് വേണം, ഇതൊക്കെ ഉള്ളതാണെന്ന് ഒരു ഉറപ്പ് കിട്ടണം. പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് എലിസബത്തിനെ കൊണ്ട് ഈ ഉറപ്പ് കൊടുക്കുകയായിരുന്നു. മറിയമേ, സംഭവിച്ചതൊക്കെ സത്യമാണ്. നീ കർത്താവിൻ്റെ അമ്മയാകാൻ പോവുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് ഉറപ്പ് കൊടുക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ അധരങ്ങളിലൂടെ. പ്രിയമുള്ളവരെ, നമുക്ക് ചില സമയത്ത് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും ആത്മീയതയുടെ വഴിയിൽ, വിശ്വാസത്തിൻ്റെ വഴിയിൽ. ഇതൊക്കെ ഉള്ളതാണോ? ഇതിങ്ങനെ തന്നെ സംഭവിക്കുമോ എന്നൊക്കെ പല സംഘർഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ വിശ്വസിക്കുക, ദൈവം ചിലരെയൊക്കെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ട് നമുക്ക് ഉറപ്പ് തരാൻ വേണ്ടി, അഷുറൻസ് തരാൻ വേണ്ടി. കാതോർത്താൽ മതി. ചില മനുഷ്യർ, ചില ദൈവ മനുഷ്യർ നമുക്കത് ഉറപ്പിച്ചു തരുന്നുണ്ട്. കുഞ്ഞെ, നീ കേട്ടതും നീ മനസ്സിലാക്കിയതുമൊക്കെ സത്യമാണ്, ഉറച്ചു നിൽക്ക്, നിന്നിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ചില നിസ്സാരക്കാരായ മനുഷ്യർ പോലും നമ്മളെ വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കും. ദൈവം ഇടപെടുന്ന വഴികളാണത്. എന്നിട്ട് അവസാനം എലിസബത്ത് മറിയത്തെ നോക്കി പറയുന്ന കാര്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ മേന്മ എന്താണെന്നറിയാമോ? മറിയത്തിൻ്റെ മേന്മ എന്താ? അവള് ദൈവവചനത്തിൽ വിശ്വസിച്ചു, അത്രയേ ഉള്ളൂ. അതാണ് ബാക്കി എല്ലാ സംഭവങ്ങളുടെയും കാരണം. അവള് ദൈവവചനത്തിൽ വിശ്വസിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. എന്താ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള പേര്? വാഗ്ദാനങ്ങൾ. വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ടല്ലേ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വഹിച്ചു എന്ന പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമില്ലേ? ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരണം വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് അവള്. അവളുടെ മാധ്യസ്ഥ്യം വേണം നമുക്കും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നിൽ നിറവേറപ്പെടുമെന്നുള്ള തിരിച്ചറിവ് കിട്ടാൻ. വളരെ സ്കാറ്റേഡ് ആയിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലേ? സാധാരണ പറയുന്ന പോലെ കൃത്യം 1, 2, 3 എണ്ണമിട്ടല്ല നമ്മൾ പറഞ്ഞു പോയത്. പക്ഷേ ഈ വചനം മാത്രം എടുത്തു വെച്ചിട്ട് ലൂക്ക 1:39 മുതൽ 45 വരെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിച്ചു പോയി. ഞാൻ പറഞ്ഞ പോലെ 7 വാക്യങ്ങൾ മാത്രം നമ്മളൊന്ന് ധ്യാനിച്ചു പോയതേ ഉള്ളൂ. ഒരു റിവിഷൻ ആകട്ടെ, കുറച്ചുകൂടെ നമുക്ക് അതിലൊന്ന് ഉറച്ചു നിൽക്കാൻ പറ്റും, കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും, വ്യക്തത കിട്ടും. നമ്മൾ പറഞ്ഞത് എന്താ? ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ് മറിയം എലിസബത്തിനെ കാണാൻ മലമ്പ്രദേശത്തേക്കുള്ള അവരുടെ വീട്ടിലേക്ക് നടത്തിയ യാത്ര. തിടുക്കത്തിൽ നടത്തിയെന്ന് പറയുമ്പോൾ അതിന്
ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? എനിക്ക് കിട്ടിയ ദൈവാനുഭവം എലിസബത്തുമായി പങ്കുവെക്കണം, അവളുടെ ദൈവാനുഭവത്തിന് കാതോർക്കണം. രണ്ട് സ്ത്രീകൾ ഒരുമിച്ചിരിക്കുമ്പോൾ സംഭവിക്കേണ്ടത് ഈ ദൈവാനുഭവത്തിൻ്റെ പങ്കുവെക്കലാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ കൂടാരമായി മാറണം. അങ്ങനെ മറിയത്തിൻ്റെ അഭിവാദ്യം സ്വീകരിച്ച പാടെ എലിസബത്തിൽ വന്നത് 3 മാറ്റങ്ങളാണ്. 1, അവളുടെ ഉള്ളിൽ ശിശു കുതിച്ചു ചാടി. 2, അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. 3, അവൾ ഉച്ചസ്വരത്തിൽ ദൈവത്തിന് സ്തോത്രം പാടി. നമ്മുടെ കണ്ടുമുട്ടലുകളിൽ ഈ 3 കാര്യങ്ങൾ സംഭവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണം, ഹൃദയത്തിൽ ആനന്ദമുണ്ടാകണം, ദൈവസ്തുതി പാടണം. എന്നിട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം, എലിസബത്ത് തന്നെ എളിമപ്പെടുത്തുകയാണ്. കാരണം മറിയം അവൾ വലിയവളാണ്. മറിയം വലിയവളാകുന്നതിൻ്റെ കാരണം അത് അവളല്ല, അവളുടെ ഉള്ളിലെ ശിശു അവളെ വലിയവളാക്കുകയാണ്. എന്നിട്ടോ ഒടുവിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? മറിയത്തിന് ഒരു ഉറപ്പ് വേണമായിരുന്നു, ഒരു അഷുറൻസ് വേണമായിരുന്നു. അത് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ നൽകുകയായിരുന്നു. നമുക്കും കിട്ടും. കാലാകാലങ്ങളിൽ ഓരോ മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി നിർത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ശരിക്കും ഇത് മറിയത്തോട് അന്ന് ദൈവം പറയുകയായിരുന്നു, ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിട്ടുണ്ട്. യെശയ്യാ തന്നെ 44-ാം അധ്യായം 1-ാം വാക്യം, ദാസനായി യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്കുക, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് കൊടുക്കുകയായിരുന്നു മറിയത്തിന് എലിസബത്ത് പരിശുദ്ധാത്മ നിറവിനാൽ. ഈ വചനഭാഗം ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എലിസബത്തും മറിയവും ഒരുമിച്ചിരുന്നത് പോലെ ദൈവാനുഭവത്തിൻ്റെ ഇടങ്ങളായി, ഒരു കൊച്ചു ദേവാലയമായി അത്തരം ഇടങ്ങളൊക്കെ മാറട്ടെ. ഞങ്ങളിൽ ദൈവ ഇടപെടലിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ എലിസബത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് നീ മറിയത്തിന് ഉറപ്പ് കൊടുത്തതുപോലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുവാൻ ജീവിത വഴിയിൽ നീ ആളൊരുക്കണമേ. ദൈവ തിരുനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.